ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു കഴിവുമില്ല, പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒരു കഴിവുമില്ല എന്നൊക്കെയായിരുന്നു. നെവർ തോട്ട് ഓഫ് ഹാവിങ് സച്ച് സ്കിൽസ്, പ്രത്യേകിച്ച് കേക്ക് ഉണ്ടാക്കാനും സ്കൾപ്ചർ ചെയ്യാനുമൊക്കെ. അങ്ങനെ ആദ്യമായി ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. മദർ തെരേസയുടെ ജീവിതം കണ്ടിട്ട് മദർ തെരേസയെ പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. എനിക്ക് കുറച്ചു കാലം മദർ ചെയ്ത പോലെ അഗതികളുടെ കൂടെ എനിക്ക് സർവീസ് ചെയ്യാൻ ദൈവം അവസരം തന്നിരുന്നു. മദർ തെരേസയുടെ ഒരു പ്രത്യേകത എന്താണ് പറയുവാണെങ്കിൽ, ഷീ ഓൾവേസ് ഹാഡ് ജീസസ് ഇൻ ഹർ ഹാർട്ട്. കണ്ടുമുട്ടിയ ആൾക്കാരിൽ മദർ ഈശോയെ കാണുകയായിരുന്നു. ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആളുകളെ സേവിച്ച് സ്നേഹിച്ചൊരു വ്യക്തിത്വമായിരുന്നു മദർ. ഈ ആർട്സിലും അല്ലെങ്കിൽ ഈ സ്കൾപ്റ്റിങ്ങിലൊക്കെ ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനത് കണ്ടിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് വളരെ മോട്ടിവേറ്റഡ് ആക്കിയ, ഇൻഫ്ലുവൻസ്ഡ് ആയ പേഴ്സണാലിറ്റി ആയിരുന്നു മദർ. ആ രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്കൾപ്റ്റഡ് കേക്ക് മദർ തെരേസ ആകണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഓൺലൈൻ കേക്ക് കോമ്പറ്റീഷന് മദർ തെരേസയുടെ സ്കൾപ്റ്റഡ് കേക്ക് അയച്ചു കൊടുത്ത് ബ്രോൺസ് അവാർഡ് കിട്ടിയത്. പിന്നെ ബാംഗ്ലൂരിൽ വെച്ച് നടക്കാറുള്ള നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ലതാ മങ്കേഷ്കർ, മെസ്സി, ഋത്തിക് റോഷൻ എന്നിങ്ങനെ പലരെയും ചെയ്ത് പ്രൈസ് കിട്ടി. ഇതൊക്കെ ചെയ്യുമ്പോഴും തീർച്ചയായും മാധ്യസ്ഥം മദർ തെരേസയായിരുന്നു. വെൻ വിക്ടറീസ് കെയിം ഇൻ ടു മൈ ലൈഫ്, ഐ ഫൈൻഡ് ഐ ഷുഡ് ബി മോർ റിലയബിൾ ടു ഗോഡ്. പിന്നെ എനിക്ക് മനസ്സിലായി, കൂടുതൽ വിജയം വരുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നീങ്ങുന്നതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു മഹത്വവും ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ മുതൽ എൻ്റെ ലൈഫിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് എനിക്ക് ഒരുപാട് അലൈൻ ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ ഡെയിലി മാസ് റെഗുലർ ആക്കി തുടങ്ങി. എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡെയിലി ഫാമിലി പ്രെയർ മുടക്കം വരുത്താറില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു സ്കൾപ്ചർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പ്രിപ്പയർ ആകുമ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങാറുണ്ട്. ഞാൻ എൻ്റെ തിങ്സ് ബ്ലെസ് ചെയ്യാറുണ്ട് ഹോളി വാട്ടറും കൊണ്ട്. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടോ എപ്പോഴും ഒന്നെങ്കിൽ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയോ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി തുടരാറ്. ഒരിക്കലും കഴിവില്ലെന്ന് ചിന്തിച്ചിരിക്കരുത്. നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈശോയിൽ ആശ്രയിച്ച് തുടങ്ങുക, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. വിജയം തരുന്നത് ദൈവമാണ്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ് ദ കോമ്പറ്റീഷൻസ്. വിജയം കിട്ടാൻ വേണ്ടിയായിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. മനസ്സിൻ്റെ ഒരു സന്തോഷം. മോർ ദാൻ ദാറ്റ്, ഈശോയെ എന്തെങ്കിലും രീതിയിൽ മഹത്വപ്പെടുത്താൻ പറ്റുമെന്നെങ്കിൽ പല സാഹചര്യങ്ങൾ വരാറുണ്ട്. എൻ്റെ ഇടവക പള്ളി ബാംഗ്ലൂർ സെൻറ് തോമസ് ഫൊറോന ചർച്ചിൽ പള്ളി റിലേറ്റഡ് കാര്യങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കും. ദ മെയിൻ തിങ് ഈസ് ഗ്ലോറിഫൈങ് ഗോഡ് ത്രൂ മൈ ഹംബിൾ ലൈഫ്. എൻ്റെ ഒരു ചെറിയ കാര്യത്തിലൂടെ ആണെങ്കിലും എനിക്ക് എൻ്റെ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുന്നതോർത്ത് ഞാൻ നന്ദി പറയുകയാണ്.